ശ്രീനിവാസനെ പോലൊരു റൈറ്ററെ എൻ്റെ ആദ്യകാലത്ത് എൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാര്യം ആ എഴുതുന്ന സ്ക്രിപ്റ്റുകൾ മാത്രമല്ല, ശ്രീനിവാസനായിട്ടുള്ള ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാലമുണ്ട്. ആ കാലത്ത് ഞാൻ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ, ശ്രീനിവാസൻ എന്ന സുഹൃത്തില്ലെങ്കിൽ, ശ്രീനിവാസൻ എന്ന റൈറ്റർ ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു രീതിയിലുള്ള അത്രയും കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നാടോടിക്കാല സീൻ ഉണ്ടായിരുന്നത് ഈ തോക്ക് കൊണ്ട് ഇവൻ അവിടെ നിന്ന് ഓടി മതിൽ ചാടുന്നത് വരെയായിരുന്നു. പ്രിയൻ പറഞ്ഞു അവിടെ നിർത്തരുത്, ആ മതിൽ ചാടുമ്പോൾ അപ്പുറത്ത് മറ്റൊരു രണ്ടാൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവർ പേടിച്ചോടണം. അത് പ്രിയൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കോൺട്രിബ്യൂഷനാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. രോഹിക്ക് വലിയൊരു കഥയൊന്നും വേണ്ട, ഒരു കടുകുമണിയോളം കഥ ഉണ്ടായാൽ അതിൽ നിന്ന് പുള്ളി കഥ ഉണ്ടാക്കും. അസാമാന്യമായ പ്രതിഭയായിരുന്നു. അതിനൊക്കെ നല്ല മനുഷ്യനായിരുന്നു രോഹി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. തിലകനെ പോലുള്ള ഒരാൾ മദ്രാസിലെ ഒരു തമിഴൻ്റെ പോത്തിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പീത കയറണം. തിലകനും ശരിക്കും പോത്ത്. അതെ, ഇന്നത്തെ പോലെ CG ചെയ്യാൻ പറ്റില്ലല്ലോ. അത് പോത്ത് വെച്ച ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പോത്ത് എവിടെയെങ്കിലും പോകും. ഈ കിരീടമൊക്കെ ഇട്ടിട്ട് തിരിച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ പോത്ത് കോപ്പറേറ്റ് ചെയ്യിപ്പിച്ചു, അല്ലാണ്ട് വേറെ വഴിയില്ല. എന്തുകൊണ്ടും വൈകാരികമായൊരു ബന്ധം എനിക്ക് ബാലഗോപാലിനുണ്ട്. അതായത് ബാലഗോപാലൻ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം മാത്രമാണ് എനിക്കൊരു മിസ്സിങ് ഫീൽ ചെയ്തത്. നാളെ തൊട്ട് ഇവൻ എല്ലാവരും ആളായി മാറാൻ പോവുകയാണല്ലോ, അതുവരെയ്ക്ക് എൻ്റെ കയ്യിലാണല്ലോ. ഒരു 10 പ്രാവശ്യം റൗണ്ട് അടിക്കാൻ എനിക്കിപ്പോൾ ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ടയർഡാവും. പ്രിയദർശൻ എവിടെ എഴുതി വായിച്ചിട്ടുണ്ട്, സത്യനന്ദിക്കാട് ഭയങ്കര അസൂയാണ്. കാരണം ഇത്രയും ശാന്തമായ സ്ഥലത്ത് കൃഷിയൊക്കെ ആയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാമെന്ന്. അത് അവർക്കൊന്നത് പറ്റാത്തായിരിക്കും. അല്ല, അത് പ്രിയനോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വയം തീരുമാനിച്ചാൽ മതി. കാര്യം നമ്മുടെ തിരക്കുകൾ നമ്മൾ പലപ്പോഴും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. പ്രിയൻ ഹിന്ദിയും തെലുങ്കും തമിഴൊക്കെ ചെയ്യാൻ പോകുമ്പോഴാണല്ലോ ഈ ബുദ്ധിമുട്ടുണ്ടായത്. മലയാളിക്ക് ഒരു സിനിമ ചെയ്തിട്ട് ബാക്കിയുള്ള കിട്ടിയ കാശ് മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ സന്തോഷമല്ലേ. പ്രിയൻ്റെ വീട്ടിൽ പോയാൽ നമുക്ക് തോന്നും, അയ്യോ എന്തൊരു മനോഹരമായ വീടും എന്തൊരു അറ്റ്മോസ്ഫിയറും. എല്ലാവർക്കും അക്കരെ പച്ചയുണ്ട്. ഇവിടെ ചെന്നൈയിലോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ ഒന്നും ഒരു ഫ്ലാറ്റ് എടുത്ത് മാറണമെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഞാൻ അന്ന് പണ്ടൊക്കെ തീരുമാനിച്ചിട്ടുള്ളതാണ്, ഈ എൻ്റെ ദിവസങ്ങൾ, എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ എനിക്ക് സ്വയം തീരുമാനിക്കാവുന്ന ഒരവസ്ഥ വന്നാൽ ഞാൻ അന്തിക്കാട് തന്നെ താമസിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ ഉള്ള ഗുണമെന്ന് വെച്ചാൽ എല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ എനിക്കിവിടെ കൃഷിയുണ്ട്, നെല്ലുണ്ട്, പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വേറെ എവിടെയും പോയാൽ കിട്ടാത്ത ഒരു ശാന്തതയും സന്തോഷവും നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഫ്ലാറ്റും സിറ്റികളിലേക്കും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള. അപ്പോൾ ആദ്യകാലത്തൊക്കെ ചെന്നൈ തന്നെ താമസിക്കായിരുന്നു? ആദ്യകാലത്ത് പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ചെന്നൈയിലേ പറ്റുള്ളൂ. ഞാൻ ഡയറക്ഷൻ ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണം കിന്നാരും ഒക്കെ കഴിഞ്ഞ വരയ്ക്കും ചെന്നൈ തന്നെയായിരുന്നു താമസം. പിന്നെ മോൻ ജനിച്ചപ്പോൾ തൊട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ നിമ്മിയൊക്കെ ആ സമയത്ത് ഇവിടെ തന്നെയാണ്. കാര്യം നിമ്മി പഠിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിടയ്ക്ക് വന്ന് പോവുകയൊക്കെ ചെയ്യുക. പിന്നെ അവിടെ സ്ഥിരതാമസമാക്കിയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ദിവസം ഒഴിവ് കിട്ടിയാലും നേരെ വീട്ടിലേക്കാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും വായിക്കാനും എഴുതാനും സിനിമ കാണാനും ഒക്കെയുള്ള സന്തോഷം. ഒരു ദിവസം ഇപ്പോൾ സിനിമയൊന്നും ഇല്ലാത്ത സമയത്ത് അന്തിക്കാട്ടെ ഒരു ദിവസം എങ്ങനെയാ? അന്തിക്കാട്ട് ദിവസം സിനിമ ഉള്ള ദിവസങ്ങളാണ് അപൂർവം. സിനിമ ഇല്ലാത്ത സമയത്താണല്ലോ കൂടുതൽ. അന്തിക്കാട്ട് ദിവസങ്ങൾ പോയിട്ട് സാധാരണ ഒരു നാട്ടിൽ ഒരാളെങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ. രാവിലെ എണീറ്റ് നടക്കാൻ പോവും, പിന്നെ ഭക്ഷണം കഴിക്കും, പിന്നെ വായിക്കും, പത്രം വായിക്കും. പിന്നെ ഇപ്പം ഫോണിലൂടെ ഒരാളുകൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യും. ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ സിനിമ കാണും, ചിലപ്പോൾ ബുക്കുകൾ വരണം വായിക്കാനായാലും കയറിക്കഴിഞ്ഞാൽ പുസ്തകം വായിച്ചു തീർക്കും. പിന്നെ ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും കഥകളുടെ ഒരു ഐഡിയ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് നോക്കും. പിന്നെ പിള്ളേരൊക്കെ വരുമ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കും. അങ്ങനെ ഒരു ദിവസം പോലും വെറുതെ ആവുന്നില്ല. നമുക്ക് ഡള്ളായിട്ടുള്ള ദിവസങ്ങളില്ല. ഇപ്പം അനൂപിന്റെ സിനിമ വരണ ആവശ്യമുണ്ട്, അഖിലിന്റെ സിനിമ പാച്ചു ഇറങ്ങിക്കഴിഞ്ഞാൽ അഖിലായിട്ട് സംസാരിച്ച് അഖിൽ പറയായിരുന്നു, +2 കഴിഞ്ഞ് സിനിമയിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛനെ കിട്ടിയത് +2 ശേഷമാണ്, അതൊരു അമ്മയാണ് വളർത്തിയത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോഴും PGക്ക് പോകാൻ പറഞ്ഞു. അപ്പം നമ്മൾ സാറൊക്കെ സിനിമ കാണുമ്പം നമ്മൾ വിചാരിക്കും, അയ്യോ എന്ത് സ്നേഹസമ്പന്നനായ അച്ഛൻ, മക്കളെ മനസ്സിലാക്കുന്ന അച്ഛൻ. പക്ഷേ അഖില് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത് തീരെ അങ്ങനെയല്ല. അതെന്താ ഒരു സിനിമയിലേക്ക് സ്നേഹസമ്പന്നനായ അച്ഛനായതുകൊണ്ടാണല്ലോ പഠിച്ച് ജോലി നോക്കാൻ പറഞ്ഞത്. പക്ഷെ മക്കളുടെ ആഗ്രഹം അതാണല്ലോ. അല്ല, ആഗ്രഹം പറഞ്ഞത് +2 കഴിയുന്ന ആഗ്രഹം നമുക്കൊരു സ്ഥായിയായ ആഗ്രഹമാണെന്ന് പറയാൻ പറ്റില്ല അവർക്ക്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനൊരു
ഇങ്ങനൊരു ടേസ്റ്റ് അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് സമയം പിടിക്കും. പ്രത്യേകിച്ചും നമ്മൾ അപ്പോൾ ഞാൻ അവർ പറയാറുണ്ട്, അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആരെങ്കിലും വരുമ്പോൾ മക്കൾക്ക് സിനിമയിൽ താല്പര്യമുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ ഇല്ലയെന്ന് പറയും ഇത്രേ. അപ്പോൾ അവർ വിചാരിക്കുന്നു ഞങ്ങൾക്ക് താല്പര്യം ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഇവർക്ക് ആദ്യം തൊട്ടേ താല്പര്യമാണ്. പക്ഷേ PG കഴിഞ്ഞ് 2 വർഷം വിപ്രോയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സായിട്ട് ജോലി ചെയ്തതിന് ശേഷമാണ് അവർ സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ എനിക്ക് നോന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. കാര്യം അനൂപാണ് ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛൻ ഞാൻ ജോലി രാജിവെക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഒന്ന് ഞെട്ടി. കാരണം വെച്ചാൽ തർക്കമില്ലാത്ത സാലറി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാൾക്കും. ഞങ്ങളത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ചേച്ചി നീ എന്ത് ചെയ്യാൻ വന്നു? ഞാൻ NIDയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഫിലിം മേക്കിംഗ് ആണ്, ഫിലിം ഡയറക്ഷനാണ്. അപ്പോൾ NID ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര സുപരിചിതമല്ല. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് പരിചയം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു 16 സീറ്റേ ഉള്ളൂ ഇന്ത്യ മുഴുവൻ. 1500 ആൾ ചെന്നൈയിൽ എക്സാം എഴുതിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവൻ പോയതിൻ്റെ നെക്സ്റ്റ് ഡേ അവൻ പോകാൻ തീരുമാനിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ അഖിൽ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ കൂടെ ഡയറക്ഷൻ പഠിക്കാൻ വരികയാണ്. അങ്ങനെ അവൻ കഥ തുടർന്ന് വന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ രണ്ടുപേർക്കും, പക്ഷേ ഇവർ രണ്ടുപേരും ജെനുവിനായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, ഇവർ രണ്ടുപേരും നല്ലോണം വായിക്കുന്ന ആൾക്കാരാണ്. 3 പേരും. എനിക്ക് 3 മക്കളാണ്. ഒരു വയസ്സിൻ്റെ ചേട്ടൻ്റെ അടുത്തുണ്ട്. സിനിമ താല്പര്യമില്ല, അവനാണ് സിനിമയുടെ മെയിൻ ആള്. പക്ഷേ ഈ ഹ്യൂമറും ക്രിട്ടിക്കൊക്കെ അവനാണ്. അപ്പോൾ അവൻ ഇവർ രണ്ടുപേരും, ഇവർ 3 പേരും നന്നായിട്ട് ബുക്ക് വായിക്കും. അത് ചെറുപ്പം മുതൽ സ്കൂൾ കാലം തൊട്ട് ബഷീറും MTയും എസ്കപ്പറ്റോക്കാടൊക്കെ ഇവർ അന്നേ വായിച്ച് തീർത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലമുണ്ട് ഇവർക്ക്. അതാണ് ഇവർ സ്വന്തം സ്ക്രിപ്റ്റ് എഴുതുന്നതും ഒക്കെ പറ്റി ഗുണം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അരക്ഷിത മേഖലയാണെന്നാണല്ലോ പറയാ. രക്ഷപ്പെടുക എന്നുള്ള സാധനം വലിയൊരു സംഗതിയല്ലേ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ചാട്ടമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ രണ്ടുപേരും 2 വിധത്തിലാണ്. ട്വിൻസ് ആണെങ്കിലും 2 സ്വഭാവമാണ്. അപ്പോൾ അഖില ഫുൾ സ്ക്രിപ്റ്റ് എന്നെ കൊണ്ടുവന്ന് എനിക്ക് തന്നു, ഞാൻ വായിച്ചു. എനിക്കത് നമ്മുടെ ഒരു രീതിയിലുള്ള സിനിമയൊക്കെയാണല്ലോ വാച്ചു. വരുന്ന ആവശ്യം കൊണ്ട് ഈ NID പഠിച്ചവൻ വന്നിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ടാണ് അവൻ്റെ സ്ക്രിപ്റ്റ്. അനൂപ് ഇൻ്റർവെൽ വരെ വായിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് കുറേ കറക്ഷൻസ് പറഞ്ഞു. അതൊക്കെ വരുത്താന്ന് പറഞ്ഞാൽ ആ ബുക്ക് വാങ്ങിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ എന്നെ കാണിച്ചേ ഇല്ല. പിന്നെ സിനിമയാണ് കാണിച്ചത്. ഒരു കറക്ഷനും എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. അവൻ അവൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഡയറക്ടേഴ്സാണ്. സർവമായ നിവിൻ പോളിയെ വെച്ചിട്ട് അവരാണ്. അതിന്റെ ഒരു ചെറിയൊരു പോസ്റ്റർ ഭയങ്കര രസമുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടാളും അവരെ കഥകൾ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് അതിമനോഹരമായ സബ്ജക്റ്റാണ്. സർവമായ ക്യൂട്ടായിട്ടുള്ള സബ്ജക്റ്റാണ്. സിനിമ നന്നായി വരണം, അത്രയേ ഉള്ളൂ. അനൂപിന്റെ സിനിമ, അനൂപ് അടുത്ത ഒരു പ്രോജക്റ്റിന്റെ വർക്കിലാണ്. അവൻ്റെ ത്രെഡ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഫാമിലി പശ്ചാത്തലത്തിലുള്ളതിനാണ്. നല്ല രസകരമാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ എഴുതി വരണം. അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈകടത്താറില്ല. ഞാൻ അവരെ സുഹൃത്തുക്കളായിട്ടേ കാണാറുള്ളൂ. അപ്പം എന്നോട് അവർക്ക് എന്തും പറയാം, എനിക്ക് അവരോട് എന്തും പറയാം. അതല്ലാതെ മക്കൾ എന്നുള്ള രീതിയിൽ ഇല്ല. ഈ +2 വരെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നു വെച്ചാൽ +2 വരെയ്ക്ക് ഞാൻ ആ സമയത്ത് എത്ര പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൊല്ലം 3 പടം മിനിമം ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ നോക്കാൻ നേരം കിട്ടുന്നത്? അത് മുഴുവൻ ഭാര്യനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ഒരു സിനിമ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാനും ശ്രീനിവാസനും കൂടി അടുത്ത പടത്തിൻ്റെ ഡിസ്കഷന് പോകും. അത് റിലീസ് ചെയ്താൽ അടുത്ത ആഴ്ച അടുത്ത പടത്തിൻ്റെ വർക്കിന് പോകും. അങ്ങനെ ഒരു കാലമായിരുന്നു ഈ 2020 വരെ, 2000 വരെ. 2000 നിന്നാണ് ഞാൻ ഒരു കൊല്ലത്തിൽ ഒരു സിനിമ ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചത്. ഒരു വർഷം ഇറങ്ങിയ മാക്സിമം എത്ര സിനിമയാണ്? 86-ലാണ് 5 സിനിമ ആ വർഷം റിലീസ് ചെയ്തു. ടി പി ബാലഗോപാലൻ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ള സമാധാനം. അതിന് മുമ്പിലത്തെ കൊല്ലം തീർന്ന പടങ്ങൾ 2 ആ സമയത്ത് കയറി വന്നത് പപ്പൻ, പ്രിയപ്പെട്ട പപ്പനും, ഗായത്രി ദേവി എൻ്റെ അമ്മ. ഈ 2 സിനിമയും പ്രീവിയസ് ഇയറിലെയാണ്. പക്ഷെ അത് ഇതിൻ്റെ കൂടെ ഒരു വർഷം 5 സിനിമ. പിന്നെ ഇതൊക്കെ എല്ലാ സിനിമകളും നമുക്ക് പാഠങ്ങളാണല്ലോ. ഇപ്പം നമുക്ക് പലപ്പോഴും ഇപ്പം ഗായത്രി ദേവി എൻ്റെ അമ്മ അതിലൊരു അനുഭവമുണ്ട്. നമുക്കിപ്പോൾ സിനിമകൾ കണ്ടിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറയും, റിവ്യൂസ് വരും. പലപ്പോഴും നമുക്ക് അതിൽ നിന്നൊന്നും ഒരു ഫിലിം മേക്കർക്കൊന്നും കിട്ടില്ല. കാര്യം സിനിമ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഗായത്രി ദേവി എൻ്റെ അമ്മ എന്നുള്ള സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് സിനിമയിലൊന്നും ഇല്ലാത്തൊരാൾ ദിവസം ട്രെയിനിൽ വെച്ചിട്ട് പറഞ്ഞു, അതിൽ
നിങ്ങൾ നോക്കാത്തൊരു ഭാഗമുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ വെച്ചാൽ എന്താണ്, ഒരു വിമർശനമാണ് അല്ലെങ്കിൽ നിരൂപണമാണ്. അതിൽ ഭരത് ഗോപി മരിച്ചു കിടക്കുന്നു. ഭരത് ഗോപി തീരെ മൈൻഡ് ചെയ്യാത്ത അയാളുടെ ഭാര്യയാണ് ഗായത്രി ദേവി എന്നുള്ള സീമ. ഇയാളുടെ മകൻ റഹ്മാൻ ആ സീമനെ അയാൾ മരിച്ച സമയത്ത്, അയാൾ മരിച്ചു കിടക്കുന്നത് അയാൾ അറിഞ്ഞിട്ടില്ല. ഈ അമ്മയും കൊണ്ട് അയാൾ തറവാട്ടിലേക്ക് വരികയാണ്. അപ്പം മുറ്റത്ത് മുഴുവൻ മരണവിവരം അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഈ നിൽക്കുന്നവരാരും ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. കാരണം ഞാൻ ഇവരെ മാത്രമേ നോക്കിയുള്ളൂ. പക്ഷേ ഒരാൾ അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് ഈ ഹൃദയപൂർവ്വം വരെ ഞാൻ മെയിൻ ക്യാരക്ടേഴ്സിനൊപ്പം തന്നെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരാൾ ഇവിടെ വരുമ്പോൾ അപ്പുറത്ത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിലൊരു ക്ലൗഡ് കിച്ചൺ ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഉണ്ട്. നമ്മൾ മോഹൻലാലോ ഏത് കഥാപാത്രം വരെയാണെങ്കിലും അതിനോട് സ്വാഭാവികമായ റിയാക്ഷൻസ് മറ്റാളുകൾ നടത്തും. അത് ഈ ഒരാൾ പറഞ്ഞതെന്ന് ഉണ്ടായ പാഠമാണ്. അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു തിരുത്ത് ഒരു റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഇപ്പം പറയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സങ്കടമുള്ളത്. അഭിപ്രായം ആർക്കും പറയാം, എന്തും പറയാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അവർക്ക് നമ്മൾ ചെയ്യുന്ന സിനിമ അതിഗംഭീരമാണെന്ന് എല്ലാവരും പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അവർക്ക് ഇഷ്ടമുള്ള പറഞ്ഞോട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് സാർ തന്നെ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഒരു റിവ്യൂ പറയാന്ന് പറഞ്ഞാൽ ആൾക്കാരെ വേദനിപ്പിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് ഹേർട്ട് ചെയ്തിട്ടൊക്കെയാണ് പറയുക. അത് ഒരാളുടെ കോൺഫിഡൻസിനെ വല്ലാതെ ഇല്ലാതാക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു അവസരത്തിൽ കൂടിയാണ് ഒരു പുതിയ സിനിമ തിയേറ്ററിലേക്ക് വിടുമ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ടെന്ന്. ഇങ്ങനത്തെ ഒരു റിവ്യൂവിങ് രീതിയെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് സിനിമയെ തന്നെ ഇൻഡസ്ട്രിയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായം കേട്ടിട്ട് കാണണോ വേണ്ടോ തീരുമാനിക്കുന്ന സിനിമകളുണ്ട്. അതുകൊണ്ട് ചെറിയ സിനിമകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതെങ്ങനെയാണ് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്? അല്ല, നമുക്കിപ്പോൾ അതിനൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. മാത്രമല്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം യൂട്യൂബിലൂടെ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവർക്ക് എന്തും പറയാം, മനസ്സിലായില്ല. അതിനുള്ള പ്ലാറ്റ്ഫോം അവർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമ ഗംഭീരമാണെന്ന് നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. അവർക്ക് അത് വേറൊരാൾക്ക് വേറെ തിരിച്ചഭിപ്രായമായിരിക്കാം. പിന്നെ മറ്റൊന്നും കൂടി ഉള്ളത്, അവർ ചെയ്യുന്നതും സിനിമക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. കാര്യം കൂടുതൽ പ്രേക്ഷകർ കാണുകയും അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ള ഒരു അജണ്ടയും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഞാനത് കാര്യമായിട്ട് അതിനെ എതിർക്കാനോ അതിനെ അനുകൂലിക്കാനോ പോകാറില്ല. അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാറില്ല. അവർ സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, എന്താ ചെയ്യുക, നമുക്കൊന്നും അതിൽ നിയന്ത്രണങ്ങളില്ല. അത് ഈ പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ എഫേർട്ട് ഇതിനൊരു ഡയറക്ടർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് കൊണ്ട്, അതിനെപ്പറ്റി അവർ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന അഭിപ്രായം അവർ പറയുന്നു, സാറില്ല, പറഞ്ഞോട്ടെ. അത് പക്ഷെ ബാധിക്കുന്നുണ്ടോ, ഇൻഡസ്ട്രിയെ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ബാധിച്ചിരുന്നു. ഇപ്പം അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല. തുടങ്ങിയ കാലത്ത് ആളുകൾ അത് കണ്ടിട്ട് പോണോ വേണ്ടത് തീരുമാനിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ അതിൽ മോശം അഭിപ്രായം പറയുന്ന പടങ്ങളും ഹിറ്റായി വരാറുണ്ട്, വളരെ നല്ല അഭിപ്രായം പറയുന്ന പടങ്ങൾ ഓടാറുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. ഈ തുടക്കകാലത്താണല്ലോ അതിന് ഏറ്റവും കൂടുതൽ. അത് പതുക്കെ ആളുകൾക്ക് അതിൻ്റെ സത്യം മനസ്സിലാവുകയും ആളുകൾ തന്നെ സ്വയം തിരിച്ചറിയുന്നൊരവസ്ഥ വരികയും ചെയ്യും. ഇപ്പം നാടോടിക്കാറ്റ് ഇറങ്ങിയപ്പോഴാന്ന് തോന്നുന്നു ആരോ വിളിച്ചിട്ട് സിനിമ വേണ്ട വിധത്തിൽ ഓടുന്നില്ല എന്ന് കേട്ടല്ലോ, സിനിമ കാരണം ഈ റോഡ് പോലും ബ്ലോക്കായ സാഹചര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സാറിന്റെ സിനിമകൾ കണ്ടിട്ടേ, പ്രത്യേകിച്ച് ഹിറ്റായ ഒരുപാട് സിനിമകളുണ്ടല്ലോ, ഈ വിരുദ്ധ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന സന്ദേശത്തിന് കുറെ കത്തൊക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് ചിലപ്പോൾ ചിലർക്കൊരു ആനന്ദം ഉണ്ടാവുമല്ലോ, നമ്മളതിനെ എതിർക്കാൻ പോയിരുന്നാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നല്ലൊരു സിനിമ ഓടുമ്പോൾ ചിലർ ചോദിക്കും, എന്ത് പറ്റി, കഴിഞ്ഞ പടം പോലെ ആയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന മറുപടി, കഴിവ് കുറഞ്ഞുകൊണ്ട് വരില്ലേ. കാര്യം കഴിഞ്ഞ പടത്തിൻ്റെ പത്രയ്ക്കും ഒരു ടാലൻറ്റ് ഉണ്ടായില്ല, അടുത്ത പടത്തിൽ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അവർ സമാധാനമായി അവർക്ക്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പറയും, ശരിയായില്ല, എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ സമാധാനം അത്രയേ ഉള്ളൂ. നമ്മൾക്ക് കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും സാധനം. ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തലയണ മന്ത്രം എന്ന പടം റിലീസ് ചെയ്ത സമയത്ത് 6 പടങ്ങളുടെ കൂടെയാണ്. അതിൽ 4 പടങ്ങൾ സൂപ്പർ സ്റ്റാർസിൻ്റെയാണ്. അബ്കാരിയും, അർഹത, ഇന്ദ്രജാലം, അയ്യർ ദി ഗേറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കമലിൻ്റെ ഒരു പടം, എൻ്റെ പടമാണ്. ഫസ്റ്റ് വീക്ക് തലയണ മന്ത്രത്തിന് കളക്ഷൻ കുറവാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും തിയേറ്ററിൽ നിന്ന് പറഞ്ഞത് വളരെ ഡൗൺ ആയിപ്പോയി, കുറേ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റണം. എൻ്റെ സുഹൃത്തുക്കളടക്കം ഒരു 20 മിനിറ്റെങ്കിലും കട്ട് ചെയ്ത് കളയണം. എനിക്കതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോട്ടെ നോക്കാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കഥ മാറുകയാണ്.
2 ആഴ്ച കഴിഞ്ഞപ്പോൾ തലേണ മൊത്തത്തിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത വിധത്തിൽ ഫാമിലി ക്രൗഡ് കയറാൻ തുടങ്ങി. ഓക്കെ. അത് നമ്മുടെ ഒരു കോൺഫിഡൻസാണ്. അച്ഛൻ്റെ അമ്മ റിലീസ് ചെയ്തപ്പോഴും ഇതേ തന്നെയായിരുന്നു. എക്സ്പീരിയൻസ്. പി വി ഗംഗാനൻ്റെ അടുത്ത് പറഞ്ഞു, തിയേറ്ററിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, 6 സ്റ്റേഷനിൽ നൂൺ ഷോ ആക്കട്ടെ എന്ന് ചോദിക്കുന്നു. സെക്കൻഡ് വീക്ക് ആയപ്പോൾ ഞാൻ ഗംഗാൻ്റെ അടുത്ത് പറഞ്ഞു, നൂൺ ഷോ ആക്കണ്ട, 6 തിയേറ്ററിൽ നിന്ന് പടം മാറ്റിക്കൊള്ളാൻ പറ. അപ്പോൾ പി വി പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പടം മാറില്ല. ഞാൻ മാറിക്കോട്ടെ. അവരുടെ അടുത്ത് പറയേണ്ടത്, പടം ക്ലിക്ക് ചെയ്താൽ പടം ഹിറ്റായി പിന്നീട് ഓടാൻ തുടങ്ങിയാൽ ആദ്യം റിലീസ് ചെയ്യുന്ന ടേംസിൽ തന്നെ രണ്ടാമത് റിലീസ് ചെയ്യണം. അപ്പോൾ തിയേറ്ററുകാർക്ക് മാറ്റാൻ വിചാരിച്ച തിയേറ്ററുകാർക്ക് സന്തോഷമായി, പടം ന്യൂൺ ഷോട്ട് വലിക്കണ്ടല്ലോ. 6 സെൻറ്ററിൽ നിന്ന് മാറ്റി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബി സെൻറ്റേഴ്സാണ്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇത് കയറി ക്ലിക്ക് ചെയ്തു. അച്ഛൻ്റെ അമ്മ ഒരു ക്രേസായി മാറി. അത്രയും ആൾക്കാർ അത്രയും കാണാൻ ഈ 6 സെൻറ്റേഴ്സിലും പടം വീണ്ടും കളിക്കുകയും അതിൽ മാറ്റിയ ചാലക്കുടിയിലെ തിയേറ്ററിൽ അതിൻ്റെ 75-ാം ദിവസം കണ്ടിന്യൂസ് ഷോ ഫംഗ്ഷന് ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു കോൺഫിഡൻസാണ് നമുക്കൊരു. പിന്നെ തിയേറ്ററുകാരത്തുനിന്നും ഒരു ഇത് വേണം അല്ലേ, കാരണം കുറച്ചുകൂടെ ഒന്ന് നോക്കുക. ഇപ്പം അത് കുറവാന്ന് തോന്നുന്നു. ഇപ്പം വെച്ചാൽ ഒന്നാമത് വൈഡ് റിലീസല്ലേ ഇപ്പോൾ. ഇപ്പോൾ മറ്റേത് തൃശ്ശൂർ സിനിമ റിലീസ് ചെയ്താൽ അന്തിക്കാട് എത്തണമെങ്കിൽ എന്തായാലും 3 മാസമെങ്കിലും കഴിയും. ഇപ്പോൾ ഒന്നിച്ച് റിലീസ് ചെയ്യില്ല. അപ്പോൾ തിയേറ്ററുകാരൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അത്രയും രൂപ ചിലവ് ചെയ്തിട്ട് എല്ലാ തിയേറ്റേഴ്സും നല്ല ക്വാളിറ്റിയുള്ള തിയേറ്റേഴ്സാണ്. അപ്പോൾ കളക്ഷൻ കുറഞ്ഞാൽ അവർ മാറ്റാനുള്ള ഒരു പ്രവണത അവർക്കുണ്ടാവും. അതിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൃദയപൂർവ്വമൊക്കെ റിലീസ് ചെയ്യുന്നത്. ഓഡിയൻസിന് ആ സിനിമകൾ ഇഷ്ടമാവും, അതിന് ആളുകൾ വരും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. 58 സിനിമയായല്ലോ, ഇത് 58ാമതാണ്. ഏറ്റവും വലിയ ഹിറ്റ് ഏതായിരുന്നു? നാടോടിക്കാറ്റായിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകളെ ഇളക്കിയിട്ടുള്ള സിനിമ. നാടോടിക്കാറ്റും തടയണമന്ത്രം വിധം അല്ല. പിന്നെ എനിക്ക് തന്നെ അറിഞ്ഞൂടെ, രസതന്ത്രം ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ഞാൻ പ്രകാശൻ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഏതായിരുന്നു ഏറ്റവും വലിയ ഹിറ്റ്? പിന്നെ അന്നത്തെ കളക്ഷനിലൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അന്നൊക്കെ ടിക്കറ്റ് റേറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ കളക്ഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. രസതന്ത്രം 150 ദിവസമാണ് ഓടിയത്. മറ്റേ തലയണമന്ത്രമൊക്കെ അച്ഛൻ്റെ ഒക്കെ 100 ദിവസം ഓടി തുടങ്ങി. ഇപ്പം അങ്ങനെയുള്ള 100 ദിവസം ഒന്നും ഓടില്ല, കാര്യം നിറച്ച തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യുന്നതുകൊണ്ട് 3 ആഴ്ച ഓടിയാൽ ഹിറ്റാണ്. ഇപ്പോൾ പിന്നെ ഒ ടി ടിയിലൊക്കെ വരുമ്പോഴേക്കും അത്രയും അപ്പോഴേക്കും ആളുകൾ കണ്ടു കഴിയും. അതാണ് 3-4 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരുവിധം ആളുകൾ കണ്ടു കഴിയും. ഈ സൗഹൃദത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞപ്പോഴാണ്, ഈ നെടുമുടി വേണു സാറിന്റെ വൈഫിന്റെ ഇന്റർവ്യൂ എടുത്തപ്പം ആള് പറയായിരുന്നു, നെടുമുടി വേണുമായിട്ട് സാറ് പിണങ്ങുകയും പിന്നെ 13 വർഷങ്ങൾ എന്തോ എടുത്തു, 14 വർഷം കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നു, ഒരു കുറ്റം ചെയ്ത ജീവനെന്ന് 14 വർഷം ഇനിയെങ്കിലും ക്ഷമിച്ചൂടെ എന്ന്. അതുപോലെ മോഹൻലാലായിട്ട് ഇത്രയും വർഷങ്ങൾ 10-13 വർഷം പിണങ്ങിയിരുന്നു. അപ്പൊ പിണങ്ങിയ പിന്നെ ഇണങ്ങാൻ ബുദ്ധിമുട്ടല്ല. പിണക്കമെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പിണങ്ങിയെന്നുള്ള കാര്യം മോഹൻലാൽ അറിഞ്ഞിട്ടില്ല എന്ന് മോഹൻലാൽ പലപ്പോഴും പറയും. മോഹൻലാൽ ഇന്നസെന്റിനെ വിളിച്ചിട്ട് പറയും. അല്ല, അത് മോഹൻലാലല്ല, അങ്ങനെയല്ല ഉണ്ടായത്. മോഹൻലാൽ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മോഹൻലാലിനെ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ വിഷമം. അല്ലാതെ മോഹൻലാൽ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു സിനിമ മോഹൻലാലിനെ വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വളർന്ന ആളുകളാണല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ എന്നും ലാലുണ്ടെന്ന് വിചാരിച്ചിട്ട് ലാലിൻ്റെ കേന്ദ്രീകരിച്ചിട്ട് കഥ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ലാല് ഡേയ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്ന് ഓടി പറഞ്ഞു വരും. അങ്ങനെ വരാൻ പറ്റാത്ത ഒരു തിരക്കുകളിൽ ലാല് പെട്ടുപോയി. അപ്പോൾ എൻ്റെ സിനിമ എന്ന് തുടങ്ങുമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി ലാലിൻ്റെ തിരക്കുകളായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ പിണങ്ങി ലാലിനോട്. എന്നിട്ട് ഞാൻ വേറെ പടങ്ങൾ ചെയ്യും, ഭാഗ്യത്തിന് അതൊക്കെ ഓടുകയും ചെയ്തു. ഇപ്പോൾ തലയണമന്ത്രം അല്ലെങ്കിൽ പൊന്മുട്ടതാറാവും, മഴവിൽ കാവടി, സന്ദേശം, സസ്നേഹം, ഇങ്ങനെ കുറേ പടങ്ങൾ വന്നപ്പോൾ ഞാൻ അതിലങ്ങോട്ട് മുഴുകിപ്പോയി. പിന്നെ ലാലിനെ കോണ്ടാക്ട് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഈ പിണക്കമാണെന്ന് വിചാരിക്കുന്ന ഒരു സംഗതി വർഷങ്ങൾ കുറെ കടന്നു പോവുകയാണ്. ശരിക്കും പിണക്കമൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാലിൻ്റെ പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ പടങ്ങളും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പടം ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഉടയോൺ എന്നുള്ള മറ്റൊരു പടത്തിൻ്റെ സെറ്റിൽ നിന്ന് മോഹൻലാലിനോട് എൻ്റെ അടുത്തുനിന്ന് എന്നെ ഇന്നസെൻ്റ് ചോദിക്കുകയാണ്, എന്താണ് താൻ ലാലിനെ വെച്ച് പടം ചെയ്തത് സത്യം? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ലാല് ഭയങ്കര തിരക്കല്ലേ, അത് തിരക്കൊക്കെയാണ്, പക്ഷേ ലാലിനെ സത്യം വിളിച്ചു കഴിഞ്ഞാൽ ലാല് വരും. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നസെൻറ്റിന് എന്നോട് കമൻറ്റ് പറയാനുള്ള അധികാരമുണ്ട്. അടുത്ത സിനിമയിൽ മോഹൻലാലായിരിക്കണം, ആൻ്റണി സത്യനെ വിളിക്കും എന്ന് പറഞ്ഞു. അറിയുമ്പോൾ ആൻ്റണി വിളിക്കുക തന്നെ. അപ്പോൾ ഞാൻ നമുക്ക് ചെയ്യാം, അതാണ് രസതന്ത്രം. അപ്പോൾ ഈ ഗ്യാപ്പുകൾ വന്നു പോകുന്നതാണ് പലപ്പോഴും. ലാല് അടുത്ത കാലത്ത് പോലും ഒരു ചാനലിൽ പറഞ്ഞു, സത്യമായിട്ട് എന്നോട് പിണങ്ങി, പക്ഷേ ഞാൻ ആ പിണക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ്. ലാല് പലപ്പോഴും
ഹൃദയപൂർവ്വത്തിനെ പറ്റി പറയും. ഹൃദയപൂർവ്വം മോഹൻലാലാണ് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടത്. എഴുതിയത് മോഹൻലാലിന്. അപ്പോൾ ആരോ ചോദിച്ചു എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞു മോഹൻലാലാണ് കഥ തീരുമാനിച്ച ഉടനെ നമുക്കിതിന് ഹൃദയപൂർവ്വം, ഞാൻ ഒരു ഹൃദയം വെച്ചിട്ടുള്ള പേര് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ മോഹൻലാലാണ് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടത്. അപ്പോൾ ഉടനെ ലാല്, അല്ലെങ്കിൽ പടം തീരുന്നവരെ സത്യത്തെ പേരിടില്ല, അതുകൊണ്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും പുള്ളി എടുക്കുന്നില്ല. സാധാരണ അവസാനത്തേക്കാണ് പേര് ലാസ്റ്റാ കണ്ടെത്താറുള്ളൂ പലപ്പോഴും. ഹൃദയം മോഹൻലാലിന്റെ മകന്റെ സിനിമയാണ്. അതെ 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 അതെ. ഈ പ്രണവ് എന്നൊരു ആക്ടറെ എങ്ങനെയാ കാണുന്നത്? പ്രണവ് ഒരു ജെനുവിൻ കുട്ടിയാണ്. അവന് എനിക്ക് തോന്നുന്നു മോൾഡ് ചെയ്തെടുക്കാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവൻ്റെ ടാലൻസ് ഒക്കെ തിരിച്ചറിയുന്നതിനേക്കാൾ പ്രധാനമായിട്ടും പിന്നെ സിനിമേനെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമേനെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്താൽ ആ സിനിമ കഴിഞ്ഞിട്ടേ പിന്നെ ആ സിനിമ റിലീസ് ചെയ്തിട്ട് അടുത്ത കഥ കേൾക്കുക പോലും ഉള്ളൂ പുള്ളി. അങ്ങനത്തെ ഒരു ലൈനാണ്. അപ്പം എനിക്ക് തോന്നുന്നു ചില ക്യാരക്ടേഴ്സിനൊക്കെ വളരെ മാച്ച് ചെയ്യുന്ന രൂപമാണ്. ഈ മകൾ ഇറങ്ങുന്ന സമയത്ത് മമ്മൂട്ടിയായിട്ടൊരു പ്രോജക്റ്റ് സംസാരിക്കുകയും ചിലപ്പോൾ മമ്മൂട്ടി സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. മമ്മൂട്ടിയുടെ സിനിമ ഇപ്പോഴും അല്ല, ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല, ആ കഥ മാറ്റിപ്പോയല്ലോ. ഇനിയിപ്പോൾ മമ്മൂട്ടിയായിട്ട് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഒരു സിനിമ ഇന്നാളെ വെച്ച് ചെയ്യും, മറ്റാളെ ചെയ്യും, ഒന്നും മുൻകൂട്ടി ഒരു കഥ രൂപപ്പെടുമ്പോൾ ആ കഥയ്ക്ക് അനുയോജിച്ച ആക്ടേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അത് മൂവിയാണ് ചെയ്യുക. ആ സമയത്ത് ആ കഥ അങ്ങനെ വികസിച്ചില്ല. മമ്മൂട്ടി വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു, കുറേ സീൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ശരിയായ വർക്കൗട്ട് ആവാതെ വരുമ്പോൾ അത് മാറ്റുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ സിനിമ നമ്മുടെ കൈ വിട്ടു പോകും. ഓരോ സബ്ജക്റ്റിനും ഓരോ നിയോഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇന്നാൾ വരേണ്ടതാണ് എന്ന് പറയുമ്പോൾ മമ്മൂട്ടി വെച്ചിട്ട് ചെയ്യണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദബന്ധമാണുള്ളത്. ഇപ്പം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് കുറച്ച് നാളായിട്ട് മാറി നിൽക്കുമായിരുന്നു. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആഘോഷിക്കുക. ഈ എന്താ പറയുക, ടൈഗർ ഇസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും ഇരുന്നത്. പ്രത്യേകിച്ച് പുതുതായിട്ട് ഇറങ്ങിയ ഒരുപാട് സിനിമകളുണ്ടല്ലോ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആളെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ മമ്മൂട്ടിയെ ഒരു ആക്ടർ എന്ന രീതിയിൽ എങ്ങനെയാ സാറിന്? മമ്മൂട്ടി ഏത് കാലത്തും നല്ല ആക്ടർ തന്നെയാണ്. മമ്മൂട്ടി മോഹൻലാലും നടന്മാരാവാൻ വേണ്ടി ജനിച്ച ആൾക്കാരാണ്. ജന്മം കൊണ്ട് തന്നെ ആക്ടേഴ്സ് ആവാനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരതിൻ്റെ പ്രായമോ രൂപമോ അതൊന്നും അവരെ ബാധിക്കുന്നതല്ല. ഏത് പ്രായത്തിലായാലും ആ പ്രായത്തിനനുസരിച്ച രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അപ്പോൾ മമ്മൂട്ടി തിരിച്ചു വന്നാൽ ഇനി ഒരു അംഗത്തിന് നല്ല ബാല്യമുണ്ട് പുള്ളിക്ക്, നല്ല ക്യാരക്ടേഴ്സിലേക്ക്. കാര്യം എന്താ പറയുക, ഇവർക്ക് രണ്ടുപേർക്കാണ് ഞാൻ കണ്ടിട്ടുള്ള ആക്ടേഴ്സിൽ സിനിമയോടുള്ള ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള രണ്ട് ആക്ടേഴ്സ് മമ്മൂട്ടിയും മോഹൻലാലാണ്. അതിപ്പം ഓരോ സിനിമ ചെയ്യുമ്പോഴും നമുക്ക് അറിയാം ഇവരുടെ സിനിമയോടുള്ള താല്പര്യം. ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കൊച്ചു സബ്ജക്റ്റുകൾ ചെയ്യണം, നമുക്ക് ചെറിയ സബ്ജക്റ്റുകൾ നമുക്ക് ചെയ്യണം. അതൊരു താല്പര്യമാണ്, മനസ്സിലായില്ലേ? ലാൽ 47 കൊല്ലമായിട്ട് ക്യാമറയുടെ മുന്നിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്നിട്ടും അതിനുള്ള കൊതി മാറുന്നില്ല. മമ്മൂട്ടിയോട് ചോദിച്ചാൽ അറിയാം, മമ്മൂട്ടിക്ക് എപ്പോഴും ആഗ്രഹങ്ങളാണ്. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, ചെയ്യാത്ത റോളുകൾ ചെയ്യണം, ചെയ്യാത്ത ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഈ താല്പര്യം ഉണ്ടാകുമ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു ഘട്ടം കഴിയുമ്പോൾ ജോലിയേക്കാൾ കൂടുതൽ ആനന്ദമായി മാറുകയാണ്. ഇപ്പം ഞാനൊക്കെ ഇപ്പം 43 കൊല്ലമായി എന്ന് പറയുന്നത് നിൽക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോഴും ഇതിൻ്റെ ഒരു ഹരമുണ്ട്. ഒരു സിനിമ, ഒരു കഥ ആലോചിച്ച് ആ കഥ രൂപപ്പെടുത്തി അതിൻ്റെ തിരക്കഥ ഉണ്ടാക്കി ഒക്കെ സ്ട്രഗിളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ഇപ്പം ടീസർ വന്നു, ഇപ്പോൾ ഷമീം പറഞ്ഞു അത് ഭയങ്കര രസകരമായിരുന്നു. ആ ടീസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ആളുകൾക്ക് ഇഷ്ടമാവുമോ, ചിലപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിനൊക്കെ താല്പര്യം തോന്നാതിരിക്കുമോ, ഇതൊക്കെ കൺഫ്യൂഷൻസാണ്. മോഹൻലാൽ ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നമില്ല എന്നുള്ളത്. കാര്യം ആളുകൾ അതിനെ നിഷ്കളങ്കമായിട്ട് ഏറ്റെടുക്കുകയാണ്. പക്ഷെ ആ ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതുപോലെയാണ് ഓരോ സബ്ജക്റ്റും ഓരോ സിനിമയും. ആരും സിനിമ മോശമാവണമെന്ന് വിചാരിച്ചെടുക്കുന്നതല്ലല്ലോ. അപ്പോൾ എപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു ആനന്ദമുണ്ട്. ഈ ഫിലിം മേക്കേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കുകയാണ്. ഇപ്പം കുറുക്കൻ്റെ കല്യാണം മുതൽ ഇങ്ങോട്ട് ഹൃദയപൂർവ്വം വരെയെന്ന് വെച്ചാൽ ഈ 58 സിനിമ എന്ന് പറഞ്ഞാൽ 58 ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിലെ പല അനുഭവങ്ങളും നമ്മുടേതാണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ചിലപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ കേട്ട കഥകൾ, വായിച്ച കഥകൾ, ഇതൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ വന്നു ചേരും.
ഇപ്പം സാറിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ താഴെയോ അല്ലെങ്കിൽ സാറിൻ്റെ സിനിമകളെ കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് വന്നാൽ അവിടെയൊക്കെ ആൾക്കാരെങ്കിലും ചോദിക്കാറുണ്ട് ചില കഥാപാത്രങ്ങൾ ഇനി എന്ത് ചെയ്യായിരിക്കും, ഇപ്പൊ ഗാന്ധിനഗറിലെ കഥാപാത്രം ഇപ്പോഴെങ്ങനെയായിരിക്കും എന്നൊക്കെ, സന്മനസ്സിൽ അവരെങ്ങനെയായിരിക്കും ജീവിക്കുക, അങ്ങനെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. സാറ് ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ ഏതെങ്കിലും കഥാപാത്രത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? ഞാൻ പൊന്മുട്ടണ താറാവ് ഷൂട്ട് ചെയ്ത തണ്ണീർക്കോട് എന്ന സ്ഥലത്ത് ഒരു 1 കൊല്ലം മുമ്പ് പോയിരുന്നു. ആ ഗ്രാമത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിലെ കൃഷ്ണൻകുട്ടി നായരെയും അല്ലെങ്കിൽ അതിലെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അവരൊക്കെ അവിടെ എവിടെയോ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മളൊക്കെ അതിനോടുള്ളൊരു ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് തോന്നുന്നതാണ്. അല്ലാണ്ട് കഥാപാത്രങ്ങളെ അവരിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്കറിയാലോ ക്യാരക്ടേഴ്സ്. ഇപ്പം ദാസനും വിജയനും, ഇപ്പം മോഹൻലാലിനും ശ്രീനിവാസനൊക്കെ പറഞ്ഞു പോയല്ലോ, ദാസനും വിജയനും എന്നുള്ളത് അവരെവിടെ ഉണ്ടാവും എന്ന് നമുക്ക് ഫീൽ ചെയ്യല്ലോ. എന്തായാലും ഏതെങ്കിലും സിനിമയുടെ ഒരു സീക്വൽ വേണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഞാൻ എൻ്റെ മിക്കവാറും കഥകൾ പലപ്പോഴും അതിൻ്റെ ക്ലൈമാക്സോടുകൂടി തീരുന്ന തന്നെയാണ്. അതെ, ഇപ്പോൾ വരവേൽപ്പിന് 2ാം ഭാഗം ഉണ്ടെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. കാരണം അതിൻ്റെ എൻഡ് കാർഡ് നിർത്തിയിരിക്കുന്നത് വീണ്ടും ഒരു വരവേൽപ്പിനായി എന്നതിന് മോഹൻലാൽ പോകുന്നിടത്താണ്. പക്ഷെ അതിൽ ആ കഥ തീർന്നു, മനസ്സിലായില്ലേ? സീക്വൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നത് നാടോടിക്കാറ്റിൻ്റെ ദാസനും വിജയനും തന്നെയായിരുന്നു. അത് 3 സീക്വൽ വന്നു കഴിഞ്ഞു. 2 ഞാനും ചെയ്തു, 1 പ്രിയനും ചെയ്തു. അക്കരക്കര സാറിന് ഇഷ്ടമായോ? അക്കരക്കര അത് പ്രിയദർശൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ദാസനും വിജയനും. അത് ഇഷ്ടമാതിരിക്കാനൊന്നുമില്ലല്ലോ. അത് നിങ്ങളുടെ സ്വന്തം സിനിമയാണല്ലോ. ഇല്ല, പ്രിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തല്ലേ. പ്രിയനാണെങ്കിൽ നമ്മുടെ അടുത്ത് എൻ്റെ ശ്രീനിവാസനാണ് എഴുത്തുകാരൻ, ശ്രീനിവാസനാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ടുള്ളൂ. നമ്മൾ ആ കഥാപാത്രം വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല? ഇല്ല, അത് ഉണ്ടായില്ല. എനിക്കതിന് പക്ഷേ അതിൻ്റെ കണ്ടിന്യൂഷൻ ഒരു സിനിമ കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് നടന്നില്ല. അത് ഈ അക്കരയ്ക്ക് ശേഷമായിരുന്നു. അത് അന്ന് ഈ സത്യമംഗലം കാട്ടിൽ വീരപ്പൻ്റെ വിളയാട്ടുള്ള കാലമായിരുന്നു. വീരപ്പനെ പിടിക്കാൻ ഈ തമിഴ്നാട് സീരീസിന് വിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു, ഒരു ജംഗിൾ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ അനന്തൻ തമ്പേരൊക്കെ ജയിലിൽ ചാടിയിട്ട് കാട്ടിൽ ജീവിക്കാം. നാട്ടിൽ ഈ സീഡിയെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വന്നിരിക്കുന്ന കാലത്ത് വല്ല കോടതിയിൽ നിന്ന് ചാടിപ്പോയിട്ടൊക്കെ ഈ കാട്ടിൽ അവിടേക്ക് ഇവരെന്തായാലും കൂടി വന്നിട്ട് അതിലൂടെ ആ കഥാപാത്രങ്ങളെ ഫിനിഷ് ചെയ്യാവുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ അത് നടന്നില്ല. കാര്യം ഓരോ സിനിമയ്ക്കും ഓരോ യോഗങ്ങളുണ്ടല്ലോ. നമ്മൾ വിചാരിച്ച പോലെ ഇപ്പം മോഹൻലാലും ശ്രീനിവാസനും ഇതിൻ്റെ 4ാം ഭാഗം വേറെ ഒന്നിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയിട്ട് അത് എനിക്ക് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നി, മനസ്സിലായില്ലേ? പിന്നെ കൂടുതൽ സംബന്ധിച്ചാൽ നാടോടിക്കാറ്റ് ഇപ്പോഴും അല്ലെങ്കിൽ പട്ടപ്രവേശമൊക്കെ ഈ ദാസനും വിജയനാണ് നമുക്ക് കൂടുതൽ ഉള്ളിൽ ഇഷ്ടമുള്ളത്. ആ ഇഷ്ടം അങ്ങനെ തന്നെ നിൽക്കട്ടെ. തൊട്ട് ഇനി അതെ. ഈ അനന്തൻ നമ്പ്യാർ രക്ഷയില്ല. അതായത് ഇൻസ്റ്റയിൽ ഇല്ലാത്തോണ്ടാ റീലുകൾ കാണണം. കള്ളക്കടത്തുകാർക്ക് സമാധാനം ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതില് പട്ടണപ്രവേശത്തിലാന്ന് തോന്നുന്നു കരമനയുടെ വീട്ടിൽ മോഹൻലാൽ ഒരു ഡോറിൽ കൂടെ വന്ന് മറ്റേ ആ ലൂപ്പ് കഴിഞ്ഞിട്ട് അടിക്കുമല്ലോ ശ്രീനിവാസൻ ചായ ആയിട്ട് വന്ന് അടിച്ച് മോഹൻലാൽ ആ സീൻ ഇടയ്ക്കിടയ്ക്ക് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഒരുപാട് ആഘോഷിക്കുന്നുണ്ട്. അവരൊന്ന് മോഹൻലാലിന്റെ ടൈമിങ് കാണാൻ വേണ്ടി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില യോഗങ്ങളുണ്ട്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത വീട്ടില് അങ്ങനെ 2 ഡോർ ഉണ്ടായത് പോയതുകൊണ്ടാണ് അങ്ങനെ ഷോട്ട് വെച്ചത്. അപ്പൊ ഇതിൽ കിടന്ന അല്ലേ കിടക്കാം. അപ്പോൾ ഇങ്ങനെ സീൻ വന്നപ്പോൾ അതും കരമന ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായില്ലേ പ്രഭാകരൻ. പിന്നെ അതിലെ ഇവരെ സുഹൃത്തുക്കളുടെ ചോദ്യങ്ങളൊക്കെ ഇല്ലേ, എങ്ങനെയുണ്ട് പ്രഭാകര കള്ളക്കടത്തും കൊലപാതകമൊക്കെ, അതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. അതായത് സ്വാഭാവികമായി ശ്രീനിവാസന്റെ ഒരു അപാരമായ ടാലൻ്റാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, എൻ്റെ ചിന്തകൻ, അതായത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ശ്രീനിവാസൻ ഒരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ശ്രീനിവാസനെ കൂടുതൽ ആൾക്കാർ ആഘോഷിച്ചാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പത്മരാജൻ, MT, ലോഹിദാസ് എന്ന് പറയുന്ന അവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ശ്രീനിവാസൻ ഒരു പഴമേലി പൂത്തുളഞ്ഞ നീലവാനൊക്കെ പാടുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചയായ ജീവിതം രേഖപ്പെടുത്തിയ ഒരാളാണ് ശ്രീനിവാസൻ. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ശ്രീനിവാസൻ പറയപ്പെടേണ്ട ഒരാളാണ്. അങ്ങനെ ആളുകൾ പറയാതെ പോയത് ശ്രീനിവാസൻ ഒരു കോമഡി ചെയ്യുന്ന നടനും കൂടി ആയതുകൊണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര ക്യാരക്ടേഴ്സാണ്. ചിന്താവിഷയ ശ്യാമളയായും വടക്ക് നോക്കി യന്ത്രമായാലും എൻ്റെ സന്ദേശമായാലും, അതായത് റിയൽ ലൈഫ് പച്ചയായിട്ട് ഒട്ടും കൃത്രിമമില്ലാതെ ആവിഷ്കരിക്കുന്ന എഴുത്തുകാരനാണ് ശ്രീനിവാസനെ പോലൊരു റൈറ്ററെ എൻ്റെ ആദ്യകാലത്ത് എൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാര്യം ആ എഴുതുന്ന സ്ക്രിപ്റ്റുകൾ മാത്രമല്ല, ശ്രീനിവാസനായിട്ടുള്ള ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാലമുണ്ടല്ലോ,
ആ കാലത്ത് ഞാൻ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഒറ്റയ്ക്ക് തിരക്കഥ എഴുതുകയാണെങ്കിലും ഞാൻ വേറൊരാളുടെ തിരക്കഥ വർക്ക് ചെയ്യുകയാണെങ്കിലും അതെല്ലാം ഇത് നമ്മളെ ഗുണം ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശ്രീനിവാസൻ എന്ന സുഹൃത്തില്ലെങ്കിൽ, ശ്രീനിവാസൻ എന്ന റൈറ്റർ ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു രീതിയിലുള്ള അത്രയും കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ആ സിനിമയിൽ തന്നെ മറ്റേ സീമയുടെ അടുത്ത് നിന്നിട്ട് സോമനെ കാണാൻ ശശിയേട്ടൻ ഭരണിയിലാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോയിട്ട് ലൊക്കേഷനിന്ന് ശ്രീനിവാസൻ വീണ് ആ തോക്കെടുത്ത് ഓടുമല്ലോ. അതൊരു സാധാരണ സാറിന്റെ ശ്രീനിവാസൻ നറേറ്റീവിലുണ്ട്, ടെക്സ്റ്റിൽ ഒരുപാട് തമാശകൾ, പക്ഷെ ഇതൊരു വിഷ്വലി ഭയങ്കര രസമായിട്ടാണ്. അത് പ്രിയന്റെ കോൺട്രിബ്യൂഷനാണ്. ഞാൻ പറയുന്നത് പ്രിയദർശൻ സിനിമ കാണുന്ന പോലെയാണ് തോന്നിയത്. ഞങ്ങളുടെ ആ കാലത്ത് ഞാൻ, പ്രിയൻ, ഫാസിൽ, ശ്രീനിവാസൻ എല്ലാം ഞങ്ങൾ പരസ്പരം സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ നാടോടിക്കാല സീൻ ഉണ്ടായിരുന്നത് ഈ തോക്ക് കൊണ്ട് ഇവൻ അവിടെ നിന്ന് ഓടി മതിൽ ചാടുന്നത് വരെയായിരുന്നു. അതെ. പ്രിയൻ പറഞ്ഞു അവിടെ നിർത്തരുത്, ആ മതിൽ ചാടുമ്പോൾ അപ്പുറത്ത് മറ്റൊരു 2 ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവർ പേടിച്ചോടണം. അത് പ്രിയന്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കോൺട്രിബ്യൂഷനാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പ്രിയദർശന്റെ ഒരു വിഷ്വൽ ഗ്രാമർ ഉണ്ടല്ലോ എന്ന് പറയാൻ വരുമായിരുന്നു. ഭയങ്കര ജോണി ചെന്ന് പറയുന്നത്. അതെ അതെ അതെ. അതായത് ഞങ്ങൾ കഥ എഴുതിയത് ഈ തോക്കും കൊണ്ട് ഇയാൾ ഓടിപ്പോകുന്നു. പ്രിയം പറഞ്ഞാൽ അവിടെ നിർത്തരുത്. അപ്പം ബാക്കി അവർ ചെല്ലുമ്പോൾ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന അവരുടെ മുമ്പിൽ തോക്കുമായിട്ട് ഇയാൾ നിൽക്കുന്ന അവരോടി, അവർ നേരെ അനന്തൻ നമ്പ്യാരുടെ അടുത്ത് പോയി, അനന്തൻ നമ്പ്യാരോടി. അതങ്ങനെ ഒരു ചെയിനായിട്ടുള്ളത് അത് പ്രിയന്റെ ഒരു സ്റ്റൈലാണ്. ഇപ്പം പൊന്മുട്ടിടം താറാവിലെ ഗ്രാമം പറഞ്ഞപ്പോഴാണ് മഹേഷിന്റെ പ്രതികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ സിനിമ റെഫറൻസ് വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ഗ്രാമത്തിലെ ആ ഒരു ഡ്രാമയും കാര്യങ്ങളും. അത് ഏറ്റവും പുതിയ കാലത്തെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഏറ്റവും അത്രയും കാലം പഴക്കമുള്ളൊരു സിനിമയാണ് എക്സാമ്പിൾ പറയുന്നത്. ഇപ്പം രഘുനാഥ് പലേരി സാറായിട്ട് ചെയ്ത സിനിമ, അതുപോലെ തന്നെ പിൻഗാമി എനിക്ക് തോന്നുന്നു കൾട്ടായി മാറിയ സിനിമയാണ്. സ്വാഭാവികമായിട്ട് സാർ അറിയുന്നുണ്ടാവുമല്ലോ. ഇപ്പം അതിന് ഓഡിയൻസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് സാർ ചെയ്ത സിനിമയാണെന്ന് മനസ്സിലാവാത്തൊരു സിനിമ കൂടിയാണ് ഈ പിൻഗാമി റീ റിലീസ് ചെയ്യുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറുണ്ട്, ആൾക്കാർ ചോദിക്കാറുണ്ട്. പിൻഗാമി റിലീസ് ചെയ്ത സമയത്തൊക്കെ കൂടുതൽ ഇന്ന് അതിന് കൂടുതൽ പ്രസക്തമായിട്ടുണ്ട്. അതിലെ സീൻസൊക്കെ ആളുകൾ പറഞ്ഞ്, ഇപ്പോൾ ചില ആൾക്കാർക്ക് വളരെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പിൻഗാമിയാണെന്ന് പറയാം. ഇപ്പം ബേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബേസിൽ ജോസഫ് പറഞ്ഞ് ബേസിൽ ജോസഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം പിൻഗാമിയാണ്. അപ്പം അങ്ങനെ ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ റിലീസ് ചെയ്യുമെന്ന് അങ്ങനെയൊന്നും തീരുമാനം ഉണ്ടായിട്ടില്ല. മോഹൻലാലാണ് പ്രൊഡ്യൂസർ, മോഹൻലാൽ തീരുമാനിക്കേണ്ടത് റിലീസ് ചെയ്യുമെന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും അത് ശക്തമായ സ്ക്രിപ്റ്റായിരുന്നു അതിൻ്റെ. രഘുവിൻ്റെ നല്ല ലിറ്ററേച്ചറുള്ള സ്ക്രിപ്റ്റാണ് അതിൽ. അതിൽ പോയറ്റിക്കാണ്. അതിൽ വില്ലനോട് സംസാരിക്കുന്നത് പോലും പോയറ്റിക്കാണ്. എൻ്റെ കണ്ണിലേക്ക് നോക്ക്, ഇതിൽ നിന്ന് വരുന്നൊരു തുള്ളി മതി നിന്നെ ദയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയറ്റിക് ഡയലോഗ്സൊക്കെയാണ്. നല്ല സ്ക്രിപ്റ്റ്. ഇപ്പം ഞാനെപ്പോഴും നല്ല തിരക്കഥാകൃത്തുക്കളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ എൻ്റെ സിനിമകൾ നന്നാക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും നല്ല 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 റൈറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ സ്വന്തം പേരിൽ എഴുതാറുള്ളൂ. ബാക്കി ആരെങ്കിലും കൂടെ കൂട്ടി അവരെ നമ്മളെ ചിന്തിക്കാത്തൊരു സീക്വൻസ് അവരുണ്ടാക്കും. എന്തിനാണ് നമ്മളത് നഷ്ടപ്പെടുത്തുന്നതെന്നുള്ള രീതിയിൽ. രഘുനാഥ് പലേരിയൊക്കെ അത്ഭുതം 11 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണത്. രഘുവിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞപ്പോഴാണ് രഘു അത് ആലോചിച്ചത്. ഒരു കുമാരേട്ടൻ പറയാത്ത കഥ എന്ന് പറഞ്ഞാൽ ചെറുകഥയായിരുന്നു. അത് തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ ഇരുന്നിട്ട് 11ാമത്തെ ദിവസം ഈ ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് തരികയാണ്. ആ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെയാണ് സിനിമയാക്കിയിരിക്കുന്നത്, അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. അവരെ എനിക്ക് എൻ്റെ കൂടെ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ക്. അതെ, ആ വെണ്ണിലാവോ ചന്ദനമോ ആ പാട്ട് ഭയങ്കര രസമാണ്. അതുപോലെ പൊന്മുട്ടയിടുന്നതിൽ തന്നെ പാർവതി റിവീൽ ചെയ്യുന്ന ആ സീനൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര കൗതുകം. രഘു അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിന്റെ തുടർച്ചയായിട്ട് നോവൽ എഴുതാൻ പോകുന്നു പറഞ്ഞിരുന്നു. ആ നോവല് കൽമയുടെയും ഹാജിയാരുടെയും കണ്ണിൽ കൂടിയാണെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയോന്ന് അറിഞ്ഞൂടാ. രഘുവിന്റെ ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഈ പാർവതിയുടെ കഥാപാത്രത്തിന്റെയും ഹാജിയാരുടെയും കാഴ്ചപ്പാടിലൂടെ ആ ഗ്രാമം കാണുന്ന ഒരു രീതിയിൽ ഞാൻ അതൊന്ന് ചിലപ്പോൾ റീവർക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞു, ഈ കുമാരേട്ടൻ പറയാത്ത കഥ ഇനിയൊന്ന് പബ്ലിഷ് ചെയ്തത് നല്ലതാണെന്ന് പറയും പുള്ളി. കാരണം ആളുകൾക്ക് അറിഞ്ഞാൽ തന്നെയും അത് രസമുണ്ടായിരുന്നു. അതിന്റെ കോപ്പി അവൻ്റെ കയ്യിലുണ്ടോന്ന് അറിയില്ല. അതുപോലെ ഈ എഴുത്തുകാരെ കുറിച്ച് പറയുമ്പം ലോഹിദാസിനെ കുറിച്ച് പറയുമ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയ സിനിമ കനൽക്കാറ്റായിരുന്നു. അതിലാ മമ്മൂട്ടിയും KP ലളിതയുടെയും കഥാപാത്രം, KP ലളിതയുടെ പല സീനുകളും ഇപ്പം ഈ പറഞ്ഞതുപോലെയാണ്, ആഘോഷിക്കുകയാണ് ന്യൂജൻ. കാണാറുണ്ടോ അത്? ഞാൻ കാണാറുണ്ട്. എനിക്ക് പലപ്പോഴും അങ്ങനെ അയച്ചു കിട്ടാറുണ്ട്. പലരും അയച്ചു തരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ
ആരെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ അയച്ചു തരും, അതിൻ്റെ ക്ലിപ്പിങ്സ് അയച്ചു തരും, അപ്പോൾ കാണാറുണ്ട്. ആ സീനൊക്കെ ലളിത ചേച്ചിയൊക്കെ അപാരമായ പെർഫോമൻസാണ്. അപ്പം മമ്മൂട്ടിയും രണ്ടുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തില്ല. പിന്നെ അതിലെ ഹ്യൂമർ, ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ, ലളിത ചേച്ചിയുടെ ക്യാരക്ടറാണ് അതിലിപ്പോഴും അതിലെ നായികയേക്കാളും കൂടുതൽ ആളുകളും നോട്ട് ചെയ്യുന്ന ക്യാരക്ടർ അതാണ്. ഇപ്പം ലോഹിദാസ് എന്ന് പറഞ്ഞാൽ ലോഹി ജീവിതത്തിൽ നിന്ന് സിനിമ ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ. ലോഹിക്ക് വലിയൊരു കഥയൊന്നും വേണ്ട, ഒരു കടുകുമണിയോളം കഥ ഉണ്ടായാൽ അതിൽ നിന്ന് പുള്ളി കഥ ഉണ്ടാക്കും. സീനൊക്കെ ശൂന്യതയെന്ന് സീൻസ് ഉണ്ടാക്കി വല്ല ഞാൻ അത്ഭുതപ്പെട്ടു വേണ്ട ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നുള്ള സിനിമയിൽ പുള്ളി മിക്കവാറും എഴുത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല സ്ക്രിപ്റ്റിൻ്റെ. അപ്പോൾ എഴുതി പോവുക, ആദ്യത്തെ സീൻ തൊട്ട് എഴുതി പോവുകയും ചെയ്യുക, ഇടയുന്ന സീൻ എഴുതാറില്ല. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഷൂട്ടിങ്ങിന് കൃത്യമായിട്ട് ആൾക്കാരില്ല, ആക്ടേഴ്സ് പലരും പല വഴിക്ക് പോയിരിക്കുകയാണ്. ആ കൂടി ജയറാം മാത്രമേ ഉള്ളൂ. ജയറാമും തിലകനുണ്ട്. ജയറാമും തിലകനും മാത്രമായിട്ട് എഴുതിയ സീനുകളൊന്നുമില്ല. അപ്പോൾ ലോഹിയോട് ഞാൻ പറഞ്ഞു നാളേക്ക് ഷൂട്ടിംഗ് ഉണ്ടാവില്ല മിക്കവാറും, കാരണം വെച്ചാൽ ജയറാമും തിലകനും മാത്രമേ ഉള്ളൂ. പുള്ളി ചോദിച്ചു മാമുക്കോയുണ്ട്, മാമുക്കോയില്ല. ലളിത ചേച്ചി മദ്രാസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ആളില്ല. പുള്ളിയോട് ഞാനൊരു സീൻ എഴുതി നോക്കാം. അങ്ങനെ പുള്ളി എഴുതിയ സീൻ ആ സിനിമയിൽ പാറപ്പുറത്തെ സീൻ കണക്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു സീൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ കണക്ട് ചെയ്തു. അതുപോലെ വീട്ടുകാര്യങ്ങൾ തന്നെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ഷൊർണൂർ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാൻ പുള്ളി പറഞ്ഞു നാളെ ലൊക്കേഷൻസ് കണ്ടെത്തുന്നതിനുള്ളിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നമുക്കൊരു സീൻ ആലോചിച്ച് നോക്കാം, അത് എവിടെയെങ്കിലും വന്നേക്കും, ഇല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തോളെ. അങ്ങനെയാണ് ജയറാം ചാൻസ് അന്വേഷിച്ച് പോകുന്ന അഭിനയിക്കാൻ ചാൻസ് അന്വേഷിച്ച് പോകുന്ന ഒരു സീൻ ലോഹിദാസ് അഭിനയിക്കുകയും ചെയ്തു. കാരണം ആളില്ലേ വേറെ, ലോഹിയായിട്ട് തന്നെ അഭിനയിച്ചു. അങ്ങനെ ഒരു സീൻ അന്ന് രക്ഷപ്പെട്ടു. ആ ക്യാരക്ടറിൻ്റെ പുള്ളി പിന്നെ വളർത്തിക്കൊണ്ടുപോയി. കാരണം ലോഹിദാസിനെ വഴിയിൽ വെച്ച് കാണും, എന്നിട്ടാണ് ചോക്ക് മലയിൽ ഇരുന്നിട്ട് ഒരുത്തൻ ചോക്ക് അന്വേഷിച്ച് പോകുന്നതിനെ പറ്റി കാര്യം പറയുന്നത്. അയാൾ പറഞ്ഞ ഇൻസ്പിറേഷനിലാണ് അവൻ വർക്ക്ഷോപ്പ് തുടങ്ങുന്നത്. ആ ക്യാരക്ടറിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി. അതായത് പലപ്പോഴും കഥാപാത്രങ്ങൾ ലോഹിദാസിനെ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കഥ ഉണ്ടാക്കാനു പകരം ഒരു ക്യാരക്ടറിൽ പോയാൽ അതിലൂടെ പുള്ളി കൊണ്ടുപോകും. അത് നമുക്കൊരു അസാമാന്യമായ പ്രതിഭയായിരുന്നു. അതിനേക്കാൾ നല്ല മനുഷ്യനായിരുന്നു ലോഹി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ലോഹി. ആളുടെ മോൻ ഇപ്പം സിനിമാറ്റോഗ്രാഫിയായിരുന്നു. അത് ഹരീഷൻ. അത് ആളുകൾ ശ്രദ്ധിക്കും, ഓരോരുത്തർക്കും അവരവരുടെ വഴി സ്വയം വെട്ടി തുറന്ന് വരുന്നുണ്ടല്ലോ. ലോഹി സ്വന്തം വഴി വെട്ടി തുറന്നാണ്, മോനും വഴി അവൻ്റെ വഴി മക്കളും വഴി വെട്ടി തുറന്ന് വരട്ടെ. ഈ പപ്പൻ, പ്രിയപ്പെട്ട പപ്പനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെയാ ആ കാലനും റഹ്മാന്റെ ക്യാരക്ടറും മൊത്തത്തിൽ ഭയങ്കര രസമാണ്. ആ ഒരു ഫാൻറ്റസി, ഒരു കോമഡി, അങ്ങനെ വരുന്ന സിനിമയാണ്. അപ്പം ആ ഒരു ജോണറൊക്കെ നമ്മൾ അധികം മലയാളത്തിൽ കണ്ടിട്ടുമില്ല. പിന്നെ അത്തരം സബ്ജക്റ്റുകളൊന്നും സാർ ആലോചിച്ചില്ല? ഇല്ല, പിന്നെ ഇത് ഒരു റിയാലിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാധനമാണല്ലോ. ഞാൻ പിന്നെ ശ്രീനിവാസനും കൂടെ കൂടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ വേറെ ഒരു റിയൽ കോമഡിയിലേക്ക് അങ്ങനെ കയറി. ഫാൻറ്റസി, അത് സിദ്ദിഖ് ലാലിൻ്റെ കഥയാണത്. അപ്പോൾ പിന്നെ ആ വഴിക്ക് നമ്മൾ ചിന്തിച്ചില്ല. ഓരോന്നും സംഭവിച്ചു പോകുന്നതാണേ, നമ്മൾ പോലും അറിയാതെയാണ് ഈ 58 സിനിമകളും വന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സിനിമയ്ക്കും ഓരോ ചരിത്രമാണ്. അല്ലാതെ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ഓവർ കഴിവ് കൊണ്ടോ ഒന്നുമില്ല. നമ്മൾ ആ റൂട്ടിലൂടെ കൊണ്ടുപോവുകയാണ്, നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖ് ലാലിൻ്റെ അതായത് എൻ്റെ അടുത്ത് ഫാസിൽ ഒരു ദിവസം പറഞ്ഞു, അന്ന് സിദ്ദിഖ് ലാൽ ഡയറക്ഷൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഫാസിൽ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പലപ്പോഴും കഴിക്കാനുള്ളത്. ഒരു ദിവസം ഫാസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അസിസ്റ്റൻസ് അവരൊരു നല്ല ത്രെഡ് പറഞ്ഞു, അത് സത്യന് പറ്റുന്ന ത്രെഡായിരിക്കും തോന്നുന്നു, ഹ്യൂമറാണ്, ഞാൻ ചെയ്താൽ ചിലപ്പോൾ നന്നായിന്ന് വരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പപ്പൻ്റെ കഥ രണ്ടാൾ മൂന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരാളുടെ മരണമാണല്ലോ ഇഷ്യൂ. അത് കാലിനും ചിത്രഗുപ്തനും ഒക്കെ കൂടിയിട്ടുള്ള ഭയങ്കര രസകരമാണ്. ആ സിനിമ ഇന്നാണെങ്കിൽ കുറേ കൂടി നന്നായിട്ട് എടുക്കാമായിരുന്നു. കാരണം അന്ന് ടെക്നോളജി അത്ര വികസിച്ചിട്ടില്ല, CG ഒന്നും ഇല്ലല്ലോ. പോത്തിന്റെ പുറത്തൊക്കെ ഇരുന്ന് പോകുന്ന ഇന്ന് ഈസിയായിട്ട് ചെയ്യാം. അന്ന് റിയലായിട്ട് ഒരു പോത്തിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. തിലകനെ പോലുള്ള ഒരാള് മദ്രാസിലെ ഒരു തമിഴൻ്റെ പോത്തിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ മീതെ കയറണം. തിലകനും ശരിക്കും പോത്ത്. അതെ, ഇന്നത്തെ പോലെ CG ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിയാണല്ലോ. അത് പോത്ത് വെച്ച ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പോത്ത് എവിടെയെങ്കിലും പോകും. ഈ കിരീടമൊക്കെ ഇട്ടിട്ട് തിരിച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ പോത്ത് കോപ്പറേറ്റ് ചെയ്യിപ്പിച്ചു, അല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ അപ്പോൾ അത് കാരണം അതിന്റെ ഒരുപാട് ലിമിറ്റുകളുണ്ടല്ലോ. നമുക്ക് അതിലെ സഞ്ചാരമൊന്നും നന്നായിട്ട് എടുക്കാൻ സാധിക്കില്ല. റഹ്മാനും രണ്ടുപേരും പോത്തിന്റെ പുറത്ത് കയറി. അത് അങ്ങനെയൊക്കെ വലിയ വലിയ പാടാണ് അത് ഷൂട്ട് ചെയ്തുകൊണ്ട്.
ഇന്ന് പറ്റും. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലാത്തത് നമുക്ക് മാറ്റാം. ടെക്നോളജി ഒരു പോത്തിൻ്റെ പുറത്തൊന്ന് കയറി ഇരുന്നാൽ മതി, പിന്നെ ഈ പോത്ത് പോകുന്നതോ ഓടുന്നതോ ഒക്കെ നമുക്ക് CG ചെയ്യിക്കാം. പല സീൻസ് അവിടെ കയറി ഇരുന്നാൽ മാത്രം, എന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ പറഞ്ഞു ഗ്രീൻ മാറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാം. അന്ന് അതൊന്നുമില്ലല്ലോ. ബാക്കിൽ കൂടെ പുക വയ്ക്കുക, മേഘങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്നതിന് പുകയുടെ ഇടയിൽ കൂടെ പോകുന്ന പോലെയൊക്കെ പുക വീശിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കുറേ കൂടി ടെക്നോളജി വികസിച്ച കാലത്ത് എടുക്കേണ്ട സിനിമയാണ്. പക്ഷെ അത് ആ സമയത്ത് എടുത്തോണ്ടാണ് ഇപ്പോഴും നമുക്ക് ആൾക്കാർ രസിക്കുന്നത്. റഹ്മാനും മോഹൻലാലും ഒക്കെ ആയിട്ടുള്ള. നിങ്ങൾ ഏത് കാലം ഈ ലോകത്ത് ഒരു കാലം ഭയങ്കര ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വെറുതെ ചില സീനുകളൊക്കെ നോക്കുമ്പോൾ. ബഹദൂറിന്റെ മരണമൊക്കെ ഭയങ്കര രസമാണല്ലോ. അതുപോലെ ദയിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ അവിടെ നിന്ന് പാട്ട് പാടും. ശരിയാ. അങ്ങനെയൊക്കെ ഈ മനസ്സിനക്കരെ കുറിച്ച് പറയുമ്പോഴേ ഈ ഇടയ്ക്ക് അഴകപ്പൻ സാറ് പറയായിരുന്നു ഈ സിനിമ ആർക്കൈവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളം ഇങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ അതിലേക്ക് വരുമ്പോൾ നമ്മൾ നയൻതാരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് നായികമാർ സാറിൻ്റെ ലിസ്റ്റുണ്ട്. നയൻതാര, സംയുക്ത വർമ്മ, അസിൻ, ഇവരൊക്കെ വന്നത്. പക്ഷെ നയൻതാരയുടെ കല്യാണത്തിന് ഞാൻ കണ്ട കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി സാറാണ്. അപ്പം എത്രയോ താരങ്ങളിലൂടെ അഭിനയിച്ചു, മലയാള സിനിമകൾ ചെയ്തു, പക്ഷേ സാറായിരുന്നു. അതെന്താ അങ്ങനെ? ഫസ്റ്റ് അവരെ അധികം പേരെ വിളിച്ചിരുന്നില്ല. അപ്പം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സാറ് വരണം, എൻ്റെ ജീവിതത്തിലെ വലിയൊരു മൊമെൻ്റാണ്, അപ്പോൾ സാറുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റ് അയച്ചുതരാം. ഞാൻ ടിക്കറ്റ് ഒന്നും അയച്ചിട്ടുണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നോളാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ വളരെ ലിമിറ്റ് 200 ആളെ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന്. അത്രയും ലിമിറ്റ് ചെയ്തിട്ടാണ് ഒരു കല്യാണത്തിന് വിളിച്ചതെന്ന് തോന്നുന്നു. അവിടുന്ന് മണിരത്നം പിന്നെ രജനീകാന്തും അങ്ങനെയൊക്കെ. അതല്ലെങ്കിൽ എത്രയോ ആൾക്കാരെ വിളിച്ച് വലിയൊരു ആഘോഷമായി മാറുമല്ലോ. അപ്പം നയൻതാര വിചാരിച്ചിട്ടുണ്ടാവുന്നത് നയൻതാരയുടെ അച്ഛനും അമ്മയും പോലെ തന്നെ സിനിമയിലേക്ക് ആദ്യം കൊണ്ടുവന്ന ഒരാളും കൂടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അത് അവരുടെ ഒരു നല്ല മനസ്സ്. അല്ല, അതിനുശേഷവും സാറായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും. അനൂപിൻ്റെ പടം കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. വരണാവശ്യം കൊണ്ട് കണ്ടിട്ട് അനൂപിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. പിന്നെ ഈ ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിന് എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ അവരെ കല്യാണത്തിന് അവരെ ഞാൻ അങ്ങോട്ട് അയക്കട്ടെ എന്ന് ചോദിച്ചു വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആ ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക അങ്ങനെയൊന്നുമില്ല. ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാമല്ലോ. അങ്ങനെയാണ്. ഈ റീ റിലീസുകളുടെ കാലമാണ്. പിൻഗാമിയെ കുറിച്ച് ഞാൻ ചോദിച്ചു. എന്നാലും ഏതെങ്കിലും ഒരു സിനിമ റീ റിലീസ് ചെയ്യണം എന്ന് ആലോചന ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഇല്ല, എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. ഇല്ല എന്ന് വെച്ചാൽ ഓരോ സിനിമയും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമകളാണ്. മനസ്സിനക്കരയായാലും പിൻഗാമിയാണെങ്കിൽ പോലും ആ സിനിമ ആ സമയത്ത് ചെയ്തതോടുകൂടി അത് തീർന്നു. അതിപ്പോൾ ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ സന്തോഷം. അല്ലാതെ അതിൻ്റെ പിന്നീട് കൂടുതൽ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ടുള്ള അതിമോഹമൊന്നും ഇല്ല. ഇപ്പോൾ 58 സിനിമ പറഞ്ഞല്ലോ, അതിലൊരൊറ്റ സിനിമ ഏതെങ്കിലും തരത്തിൽ ഭയങ്കരമായി പ്രിയപ്പെട്ട ഒരൊറ്റ സിനിമ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ സാറിൻ്റെ സിനിമയിൽ TP ബാലഗോപാലൻ എം എന്നുള്ള സിനിമ പറയും. അതായത് അതിന് കാരണമുണ്ട്. സിനിമ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ വിജയമുള്ള സിനിമകളുണ്ടാവാം. TP ബാലഗോപാലൻ എം എന്ന് പറയുന്നത് ഞാനും മോഹൻലാലും ശ്രീനിവാസനും ക്യാമറാമാൻ വിപിൻ മോഹനും ഒന്നിച്ച ആദ്യത്തെ പടമാണ്. പിന്നെ അതിനു മുമ്പ് ഞാൻ അപ്പുണ്ണിയും കിന്നാരവും മണ്ടന്മാർ ലണ്ടനിലൊക്കെ എടുത്തിട്ട് നമ്മൾ പല രീതിയിലുള്ള സിനിമ, പല ജോണറിലുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അധ്യായം 1 മുതൽ ഗായത്രി ദേവി എൻ്റെ അമ്മ, രേവതിക്കൊരു പാവക്കുട്ടി, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ നമ്മൾ കോമഡിയും സീരിയസും ഒക്കെ ആയിട്ടുള്ള സിനിമകൾ. ഇതിന് ശേഷം TP ബാലഗോപാലൻ എം കൂടെയാണ് എൻ്റെ ഒരു റൈറ്റ് ട്രാക്ക് തെളിഞ്ഞത്. പിന്നെ ശ്രീനി എന്ന് പറയുന്നൊരു റൈറ്റർ എൻ്റെ കൂടെ കിട്ടി, ഒരേപോലെ ചിന്തിക്കുന്ന. മോഹൻലാലിനെ എങ്ങനെ ഉള്ള ക്യാരക്ടേഴ്സിലാണ് മോഹൻലാൽ ഏറ്റവും സൂട്ടബിൾ എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ്. മാത്രമല്ല അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഒക്കെ അതിലുണ്ട്. അപ്പം മോഹൻലാൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. അപ്പോൾ എന്തുകൊണ്ടും വൈകാരികമായൊരു ബന്ധം എനിക്ക് ബാലഗോപാലനോടുണ്ട്. അതായത് ബാലഗോപാലൻ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം മാത്രമാണ് എനിക്കൊരു മിസ്സിങ് ഫീൽ ചെയ്തത്. നാളെ തൊട്ട് ഇവൻ എല്ലാവരും ആളായി മാറാൻ പോവുകയാണല്ലോ, അതുവരെയ്ക്ക് എൻ്റെ കയ്യിലാണല്ലോ, മനസ്സിലായില്ലേ? റിലീസ് ചെയ്യുന്ന തലേദിവസം എനിക്കൊരു മിസ്സിങ്, ബാലഗോപാലൻ നാളെ തൊട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പോവല്ലേ എന്ന് തോന്നിയിരുന്നു. അങ്ങനെ തോന്നിയൊരു സിനിമ ബാലഗോപാലനാണ്. അപ്പോൾ സാർ ഓക്കെ, സന്തോഷം. താങ്ക് യു.